ഒരു കസ്റ്റമർ ഇത് കേക്ക് എന്റെ ജമ്മു ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തുടക്കത്തിൽ തന്നെ അവൻ കാശൊക്കെ തന്നു. പണം എനിക്കൊരു പ്രശ്നമല്ല. ഓക്കെ, എനിക്കൊന്നും ചെയ്യേണ്ട വന്നില്ല. എനിക്കെന്തോ പോലെ. എന്നിട്ട് അവൻ പറഞ്ഞു അവന് ഭയങ്കര ചമ്മലും നാണും ഭയം. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു കട്ടിലെ കയറി ഇരുന്നോളം പറഞ്ഞ് ഷെയ്ക്കാൻ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് ഊരിക്കുന്നു. അങ്ങനെ അവൻ പാന്റ് ഊരി, ഷർട്ട് ഊരി, ഷൂ ഊരി, സോക്സ് ഊരി. ഞാൻ വിചാരിച്ച പോലല്ല. ഞാൻ പറഞ്ഞു കട്ടിലെ കിടന്നോടാന്ന് പറഞ്ഞു. അപ്പം കിടന്നു കഴിഞ്ഞപ്പോ ഇവനോട് ഞാൻ പറഞ്ഞു നിക്കറുവേ. എന്റെ മോനെ എന്താന്ന് വെച്ചാ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. നിക്കറു ഇപ്പൊ ഞാൻ ബോധം കെട്ടു വീണു. പകച്ചു പോയി എന്റെ ബാല്യം. പോകുമ്പോ എടാ ത്രോണ്ടടാ ഏതാണ്ട് ആ പൊട്ടുന്ന തൊട്ട് ദിപ്പിടം വരെ നീളം. എന്റെ അപ്പൂ ത്രോണ്ട് വണ്ണം ദീ കനം പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. അതിനിപ്പോ ഒരേച്ചി ത്രോ വണ്ണോ ഇത്ര നീളം നിക്കർ ഊരിപ്പേക്കും. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ. ഞാൻ ഇന്ന് സുഖിച്ചോന്ന് ചോദിച്ചാ പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. അവനെ സൂപ്പിക്കാൻ റെഡി ആയിരുന്നു. പിന്നെ എനിക്ക് വേറൊരുത്തിന്റെ കയ്യിൽ നിന്ന് സുഖം വേണ്ട. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അവനോട് ചോദിച്ചു ഞാൻ ബീച്ചിൽ സൂപ്പിക്കട്ടെ എന്ന്. എന്നിട്ട് ഓക്കെ, അവൻ സൂപ്പിച്ച് തരുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വേണ്ട, മോൻ കളഞ്ഞോളാൻ പറഞ്ഞു. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി.